ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 13-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 12-ാം അധ്യായത്തിലെ ശൗലിൻ്റെ മരണം നമ്മൾ കണ്ടു. അതും ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ സംഭവം 2 ശമൂവേൽ 6-1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ പേടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള ദാവീദിൻ്റെ ശ്രമമാണ്. സൗൽ രാജാവിന് ശേഷം ഇസ്രായേൽ ജനം ദാവീദിനെ രാജാവായി അംഗീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം യഹോവയുടെ പേടകം, യഹോവയുടെ ദിവ്യമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ശൗലിൻ്റെ ജീവിതത്തിൻ്റെ പരാജയം പേടകത്തെ അദ്ദേഹം അവഗണിച്ചു എന്നുള്ളതായിരുന്നു. അതിനു പകരം മറ്റു ദൈവങ്ങളുടെ ധൂപം അവിടെ കാട്ടുകയും യഹോവയായ ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശൗലിനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാനും അവൻ്റെ നാശത്തിനും കാരണമായി തീർന്നത്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും മുഖ്യം ദൈവവുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് യഹോവയുടെ പേടകം യഹോവയുടെ ദിവ്യ സാന്നിധ്യത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. കൃപാസനത്തിനുണ്ടായ അറിയിപ്പനുസരിച്ചാണല്ലോ മോശയുടെ കാലത്തും ഇസ്രായേൽ ജനം മരുഭൂമി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതോടെ അത് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ആലോചിക്കുകയാണ്. ഇന്ന് ഈ പേടകത്തിന് പകരം പുതിയ നിയമത്തിൽ നമുക്കുള്ളത് വിശുദ്ധ ബൈബിളാണ്. അത് ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതും കർത്താവിനെക്കുറിച്ച് പറഞ്ഞതും വാഗ്ദത്ത പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട്. അതിനെ നമ്മൾ ആദരപൂർവം ആ ബൈബിളിനെ കാണുകയും അതിലെ വാക്യമനുസരിച്ച് അതിലെ കർത്താവിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദാവീദും യഹോവയുടെ പേടകം തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അവിടെ ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇസ്രായേലിലെ ആളുകളെയൊക്കെ അദ്ദേഹം അവിടെ വിളിച്ചു കൂട്ടുന്നുണ്ട്. കാരണം ആ പട്ടകത്ത് അയോഗ്യമായി അത് കൈകാര്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് പുരോഹിതന്മാരും ലേവ്യരൊക്കെ കൂടിയാണ് പട്ടകം കൊണ്ടുവരേണ്ടത്. അതിലുള്ള ക്രമീകരണം അദ്ദേഹം ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നു 5 വാക്യങ്ങൾ. ദാവീദ് ഇസ്രായേലിലെ മുഴുവനോട് വിളിച്ചു കൂട്ടിയിട്ട് അതിലെ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും അധിപന്മാരും ഓരോരുത്തരോടും ഈ പട്ടകം കൊണ്ടുവരുന്നതിനെപ്പറ്റി അദ്ദേഹം ആലോചന ചോദിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം ഇതായിരുന്നു. ഏത് കാര്യം ചെയ്യാൻ നേരം അദ്ദേഹം ദൈവത്തോടും തൻ്റെ സഹപ്രവർത്തകരോടും ആലോചന ചോദിക്കുന്നു എന്നുള്ളതാണ്. ശൗലിൻ്റെ പ്രത്യേകത ആരോടും അദ്ദേഹം ആലോചന ചോദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യം അദ്ദേഹം ചെയ്തു വന്നത്. എന്നാൽ ഒരു ദൈവ പുരുഷന് അല്ലെങ്കിൽ ദൈവിക ചിന്തയുള്ള ഒരുവന് ഏകാധിപതിയെ പോലെ ഒരിക്കലും പ്രവർത്തിക്കാനാവില്ല. അവൻ ആലോചന ചോദിക്കും. ഒന്ന് ദൈവത്തോട് ആലോചന ചോദിക്കും, തൻ്റെ സഹപ്രവർത്തകരോട് ആലോചന ചോദിക്കും. അപ്പോൾ ഈ ദാവീദ് അങ്ങനെ ആലോചന ചോദിച്ചുകൊണ്ട് ദാവീദിൻ്റെ ആ ഒരു ഉദ്യമം എല്ലാം നല്ലതെന്ന് ജനം കാണുകയും അവരെ അത് കൊണ്ടുവരാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ അഭിപ്രായം അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. ദാവീദിന് ശക്തമായ ജനപിന്തുണ ലഭിക്കാനുള്ള കാരണം ഇതായിരുന്നു. അദ്ദേഹം ജനത്തോടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു ബലഹീന ദാസനാണെന്നും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമാണെന്നുമുള്ളൊരു മനോഭാവമായിരുന്നു ദാവീദിന് ഉണ്ടായിരുന്നത്. എന്നാൽ അഹന്ത നമ്മിലുണ്ടാകുമ്പോൾ ആരുടെ അഭിപ്രായം നമ്മൾ കേൾക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളിത് ചെയ്യും. അഹന്ത നാശത്തിലേക്ക് നമ്മളെ വഴി നടത്തുകയും ചെയ്യും. വിനയമുള്ളവന് മാത്രമേ ദൈവത്തോടും മനുഷ്യനോടും ആലോചന ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനെന്ന മനോഭാവമുള്ളവന് ഒരിക്കലും ഇത് സാധിക്കുകയില്ലല്ലോ. ദാവീദ് അതുപോലെ ഈ യഹോവയുടെ പേടകം കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ക്രമീകരണം 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവയോടുകൂടി ആഘോഷപൂർവ്വം അദ്ദേഹം കൊണ്ടുവരികയാണ്. കാരണം ആഘോഷപൂർവ്വം കൊണ്ടുവരാൻ കാരണം ദൈവമാണ് എൻ്റെ നഗരത്തിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായി ദൈവത്തെയും ദൈവികമായതിനെയും അദ്ദേഹം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ ആഘോഷപൂർവ്വം അദ്ദേഹം കാര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം
ദൈവവും ദൈവികമായതും ആയിരിക്കേണ്ടതാണ്. അതിനേക്കാൾ ഉപരിയായി ഒന്നിനും നമ്മൾ വിലമതിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പെട്ടകം അങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റി, അത് കാളുകളാണ് അത് വലിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നതായ സമയത്ത്, ഇതിനു മുമ്പ് പെട്ടകം ഇസ്രായേലിലായിരുന്നു. സൗൽ രാജാവിൻ്റെ കാലത്ത് പെരിസ്യർ ഇവരെ തോൽപ്പിച്ച ഈ പെട്ടകം അവരുടെ രാജ്യത്ത് അവർ കൊണ്ടുപോയി. കാരണം ഈ പെട്ടകം ഉള്ളതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ യുദ്ധത്തിൻ്റെയൊക്കെ വിജയം. അത് മനസ്സിലാക്കിയാണ് പെരിസ്യർ ഈ പെട്ടകം കൊണ്ട് പോയത്. പക്ഷെ അവർക്ക് അവിടെ നാട്ടിൽ ചെന്നപ്പോൾ അതുകൊണ്ട് അവിടെ ബാധയുണ്ടാവുകയും അവർക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. കാരണം അത് അയോഗ്യമായി, അത് ആർക്കും അത് ഉപയോഗിക്കാനായിട്ട് പാടില്ലാത്തതാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമാണ് അതിന് അവകാശമുള്ളത്. അപ്പോൾ അത് ഭയപ്പെട്ടിട്ട് അവർ വീണ്ടും അത് ഇസ്രായേലിലേക്ക് അവരുടെ ആ അതിർത്തിയിൽ അത് തിരികെ കൊണ്ടുവയ്ക്കുന്ന കാര്യം ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ആഘോഷപൂർവ്വം കൊണ്ടുവരാൻ വേണ്ടിയാണ് ദാവീദ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വരുമ്പോൾ ഈ കാളകൾ, വണ്ടി വലിക്കുന്ന കാളകളുടെ കാലുകൾ ഇടറിയിട്ട് വണ്ടി ചരിഞ്ഞപ്പോൾ ഈ പേടകം താഴെ പോകുമെന്ന് വിചാരിച്ച് ഉസ്സ എന്ന് പറയുന്നൊരു മനുഷ്യൻ അതിൽ കയറി ഇത് സ്പർശിക്കുകയും അത് ഉള്ളിലുള്ള മരിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. കാരണം ദൈവം ഒരേ സമയത്ത് സ്നേഹവും കാരുണ്യവുമാണ്, അതേ സമയത്ത് തീഷ്ണതയുള്ളവനും വിശുദ്ധിയുടെ പൂർണ്ണതയുമാണ്. അപ്പം അതിൽ അഭിഷിക്തരായ പുരോഹിതന്മാർ മാത്രമേ അത് സ്പർശിക്കാവൂ എന്ന് മോശ മുഖാന്തരം നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമം നിലവിലിരിക്കെ അതിനെ അവഗണിച്ചുള്ള ഒരു മനുഷ്യനെ കയറി സ്പർശിച്ചപ്പോൾ അവൻ മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവത്തെയും ദൈവികമായതിനെയും അതിനെ സ്പർശിക്കാനും അത് കൈകാര്യം ചെയ്യാനും ദൈവം ചില അഭിഷിക്തരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. നമുക്കതിന് മുമ്പ് അഹ്റോന്റെ പുത്രന്മാർ വിശുദ്ധ സ്ഥലത്ത് കയറി ധൂപം വെച്ചപ്പോൾ ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഉസ്സ അവിടെ വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദാവീദ് ഭയപ്പെട്ടു പോയി. ഇനി ഈ പേടകം ഇനി എൻ്റെ നഗരത്തിലേക്ക് വന്നാൽ അവിടെ ഇനി വല്ല നാശം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ദാവീദ് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങി പോരുകയാണ്. നമ്മൾ വായിക്കുന്ന ഇതാണ്. അദ്ദേഹം ഹിത്യനായ ഓബേദ് എദോമിൻ്റെ ആ ഭവനത്തോട് ചേർന്ന് ഈ പേടകം അവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോന്നു, ഭയപ്പെട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഹിത്യനായ ഓബേദ് എദോം 3 മാസത്തോളം പേടകം അവിടെ ഇരുന്നുവെന്നും അവൻ വളരെയേറെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ അതിൻ്റെ ആ വിശുദ്ധിയുടെ ആ പശ്ചാത്തലത്തിൽ ആ ഒരു മാത്രമായിരിക്കും പേടകത്തെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. അത് കണ്ടപ്പോൾ ദാവീദ് വീണ്ടും പേടകം തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പിന്നീട് നടത്തുന്നതും കൊണ്ടുവരുന്നതുമായ സംഭവങ്ങളൊക്കെ ഇത് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്താണ്? വിശുദ്ധിയോടും ഭക്തിയോടും ദൈവികമായതിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആരായിരുന്നാലും ജാതിപത ഭേദമന്യേ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറും. നമ്മൾ അഭിഷിക്തരാണെങ്കിൽ പോലും അയോഗ്യമായി നമ്മളിത് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അനുഗ്രഹത്തിന് പകരം അത് ശാപമായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തെയും ദൈവികമായതിനെയും അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ നമുക്കിടയായിത്തീരണം. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ പേടകത്തിന് പകരം നമുക്കിനി നമ്മുടെ കരങ്ങളിലുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവ സാമീപ്യം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്റെ വചനം എൻ്റെ പാതകൾക്കൊരു വിളക്കാണ്, ഊടുവഴികൾക്കൊരു പ്രകാശമാണ്. പാപത്താൽ അന്ധകാരമയമായ ഭൂമിയിലെ വചനമാകുന്ന വെളിച്ചം, അതിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.